എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പേടിഎം ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് RBI പേടിഎം റദ്ദാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം എന്ത് ചെയ്യണം, ഗൂഗിൾ പേ പോലെ പേടിഎം വഴി ഇനി UPI ഇടപാടുകൾ നടത്തുവാൻ സാധിക്കുമോ, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്കിവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് കാലമായി പേടിഎം ബാങ്കിനെതിരെ RBI പല നടപടികളും എടുത്തിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 24 ഉത്തരവ് പ്രകാരം പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് പൂർണ്ണമായിട്ടും റദ്ദാക്കിയിരിക്കുകയാണ്. തുടർച്ചയായി ബാങ്കിംഗ് നിയമങ്ങൾ ലംഘിച്ചതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ് ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് RBI നയിച്ചിരിക്കുന്നത്. നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടു എന്ന് RBI വ്യക്തമാക്കുന്നു. നമ്മളിൽ പലരും പേടിഎം അക്കൗണ്ടോ വാലറ്റോ ഫാസ്ടാഗോ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നടപടി നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്നാമതായിട്ട് പേടിഎം പേയ്മെന്റ് ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനുള്ള പണം നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ബാലൻസ് തുക പിൻവലിക്കുവാനോ മറ്റ് ബാങ്കുകളിലേക്ക് മാറ്റുവാനോ RBI അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ ഈ അക്കൗണ്ടിലേക്ക് പുതുതായിട്ട് പണം നിക്ഷേപിക്കുവാനോ ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ക്രെഡിറ്റ് ചെയ്യുവാനോ സാധിക്കുന്നതല്ല. രണ്ടാമതായിട്ട് പേടിഎം ബാങ്ക് നൽകിയിട്ടുള്ള വാലറ്റുകളും ഫാസ്ടാഗുകളും ഇനി ടോപ്പ് അപ്പ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. നിലവിൽ അതിൽ പണമുണ്ടെങ്കിൽ അത് തീരുന്നത് വരെ ഉപയോഗിക്കാവുന്നതാണ്. വാലറ്റിലെ പണം നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഫാസ്ടാഗ് ഉപയോഗിക്കുന്നവർ എത്രയും വേഗം തന്നെ മറ്റൊരു ബാങ്കിന്റെ ഫാസ്ടാഗിലേക്ക് മാറുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് UPI ഇടപാടുകൾ. ഇവിടെയാണ് പലർക്കും തെറ്റായിട്ടുള്ള ധാരണയുള്ളത്. പേടിഎം ആപ്പ് വഴി നിങ്ങൾക്ക് മറ്റു പല ബാങ്കുകളും ലിങ്ക് ചെയ്തിട്ടാണ് പണം അയക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. പേടിഎം ഒരു തേർഡ് പാർട്ടി ആപ്പായിട്ട് തുടർന്നും പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ UPI ID @paytm എന്നാണെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ചുരുക്കത്തിൽ പേടിഎം ബാങ്കിന് ഒരു ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതല്ല. പേടിഎം ആപ്പ് ഒരു തേർഡ് പാർട്ടി ആപ്പായിട്ട് തുടർന്നും പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പേടിഎം പേയ്മെന്റ് ബാങ്കിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പണം മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നതാണ് ബുദ്ധി. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.